അപ്പം പല നാടകങ്ങളും കളിച്ചു നോക്കുക. ഏറ്റവും അവസാനത്തെ നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിഹേഴ്സലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങും കാര്യങ്ങളും. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ടാണ്. എല്ലാം കൈവിട്ടു ശബരിമലയോട് കൂടിയിട്ട്. ഇനി കക്കാനൊന്നും ബാക്കിയില്ല. കക്കാൻ പറ്റുന്നിടത്ത് മുഴുവൻ കട്ട് അടിച്ചു മാറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അതെല്ലാം അടിച്ചു മാറ്റി കഴിഞ്ഞു. നല്ല നടികർ തിലകത്തിൻ്റെ അഭിനയമാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത്. എനിക്ക് അവരായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. പക്ഷേ ഈ രീതിയിലൊക്കെ എന്താ പറയുക, ഒരു രാത്രി കൊണ്ടൊന്നും ഒരാൾ മാറി മറിയില്ലല്ലോ. അപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെ ജൈവിളി വന്നാൽ എങ്ങനെ ആക്ട് ചെയ്യണം, അവിടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഇവിടുത്തെ ആളുകളാണ് ഇപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംവിധായകന്മാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണോ എന്ന് നമ്മൾ കേരളീയ സമൂഹം ആലോചിക്കേണ്ട കേട്ടത്. ആ രീതിയിലല്ലേ അഭിനയം നടത്തിയത്. ഈ KC പിള്ളേരുടെ കയ്യിൽ വല്ല കാന്തിക ശക്തി വശം, അവരുടെ ശരീരത്തിൻ്റെ അവരുടെ ആ പ്രദേശത്തേക്ക് അവരെത്തിയിട്ടില്ല. 3-4 പിള്ളേർ, 10-25 പോലീസ്. അപ്പം എങ്ങനെയാണ് ആ ആക്ഷൻ നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി ഓടിച്ചെല്ലുന്നു, അപ്പോൾ തന്നെ ICUയിൽ കയറ്റുന്നു. എന്തായാലും ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്ത് മുഖ്യമന്ത്രി എത്തിയല്ലോ, അതിന് വലിയ സന്തോഷം. ഇങ്ങനെയെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കയറിയില്ല. കാലം വരെ ഇവരാരും സർക്കാർ ആശുപത്രിയിൽ കയറിയത് നമ്മളാരും കണ്ടിട്ടില്ല. അതിന് വലിയ സന്തോഷമുണ്ട്. അല്ല, സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. മന്ത്രി സുഖമായി നടന്ന് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സുരക്ഷാ പ്രശ്നമില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഹാപ്പിയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന് അവിടെ ഇരുന്നതിന് ശേഷമാണ് ഈ പറയുന്ന പെടലി വേദനയും കൈവേദനയൊക്കെ ആരംഭിച്ചത്. അതിനിടയ്ക്ക് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസീർ അതിലെ വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞെന്തോ പറയുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ചെരിഞ്ഞെന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പറ്റിക്കാൻ കഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കണ്ടേ? എന്തെല്ലാം കളവ് ഇവിടെ പ്രചരിപ്പിച്ചു. നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിന്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ മരണമണിയുടെ അവസാന മണിനാഥമാണ് ശബരിമലയിൽ നാം കണ്ടത്. ശബരിമലയിലെ സ്വർണം അപ്പിടി കൊള്ളയടിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തിയ പിണറായി വിജയൻ ഇനി തുടർന്ന് ഭരിക്കണോ വേണമോ എന്നുള്ളത് അവിടെ തീരുമാനിക്കപ്പെട്ടു. പിണറായി വിജയന്റെ ഭരണത്തിന്റെ മരണമണിയാണ് ശബരിമല കൊള്ളയോടുകൂടി കേരള സമൂഹത്തിൽ ഉയർന്നു കേട്ടത് എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 തവണ പിണറായി വിജയനോടൊപ്പം നിന്നിരുന്ന PV അൻവർ പിണറായി വിജയൻ സമൂഹത്തോട് കാണിച്ച നെറുകേടുകൾ തുറന്നടിച്ചുകൊണ്ട് ഇടതുപക്ഷ പാളയം ഉപേക്ഷിച്ചുകൊണ്ട്, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇടതുപക്ഷ പാളയത്തിന് തീയിട്ടുകൊണ്ടാണ് PV അൻവർ പുറത്തിറങ്ങി പോകുന്നത്. പിന്നീട് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കൈ നേടാനായി എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. അതിനുശേഷം PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് 2026-ൽ UDFന്റെ ഭാഗമായി കേരളത്തിൽ മത്സരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ താൻ മത്സരിക്കാൻ തയ്യാറാകും, പാർട്ടി തനിക്ക് അവിടെ ടിക്കറ്റ് തന്നാൽ എന്നാണ് PV അൻവർ എപ്പോഴും തുറന്നടിച്ചിരുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ജനത്തിന് വേണ്ടി, ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സുഗമമായ ജീവിതത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാതിരുന്ന പിണറായി വിജയൻ 10 വർഷക്കാലം കൊണ്ട് കേരളത്തെ കട്ടുമുടിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ സമീപിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ക്ലിഫ് ഹൗസിൽ സിനിമാ നടന്മാരെ വിളിച്ചു വരുത്തി ഷൂട്ട് ചെയ്യുകയാണ്. തന്റെ സ്വപ്നത്തിലുള്ള ഭരണ നേട്ടം ഇന്നതായിരുന്നു എന്നൊക്കെ ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി മോഹൻലാലിനെ പോലുള്ള നടന്മാരെ വിളിച്ചു വരുത്തി സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി എന്നാണ് PV അൻവർ പരിഹാസദ്യോതകമായി പറഞ്ഞത്. മന്ത്രി വീണ ജോർജിനെതിരെ KSUക്കാർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും PV അൻവർ പരിഹാസദ്യോതകമായി തന്നെയാണ് മറുപടി നൽകിയത്. ഒന്നാം തരം അഭിനയമാണ് വീണ ജോർജ് കാഴ്ചവെച്ചത് എന്ന് PV അൻവർ പറഞ്ഞു. എനിക്ക് വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധമായി എനിക്ക് മന്ത്രിയായിട്ടുണ്ട്. എന്നാലും അവർ ഇത്രത്തോളം നല്ലൊരു അഭിനേത്രിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെ KSUക്കാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി കരിങ്കൊടി കാണിച്ചു എന്ന് പറയുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് അവർക്ക് യാതൊരു വിഷയമില്ല. KSUക്കാർ അവരുടെ പരിസര പ്രദേശത്ത് പോലും എത്തിയില്ല.
സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് KSU പ്രവർത്തകർ പോയതിനു ശേഷം മാധ്യമങ്ങളുമായി നല്ല രീതിയിൽ സംസാരിച്ച് കളിച്ചു ചിരിച്ചു നിന്ന് വീണ ജോർജ് വന്ദേ ഭാരത് ട്രെയിനിൽ കയറുന്നതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് അവർക്ക് പെടലി വേദനയും കൈവേദനയും കാലുവേദനയും എല്ലാം വന്നത്. അവിടെ ബഹുമാന്യനായ സ്പീക്കറുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അതിനുശേഷമാണ് വീണ ജോർജ് രോഗാതുരയായി മാറുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ നാം കണ്ടത് എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ഇത്തരം നാടകങ്ങളല്ലാതെ ഇനി UDFന് മുന്നിൽ വന്നു നിൽക്കാൻ LDFന് സാധിക്കില്ല എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. അതായത് 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്നാൽ ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂലെടുത്ത് ഇവരെ അടിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ദുരന്ത നാടകങ്ങളിലെ കഥാപാത്രങ്ങളായി സമൂഹത്തിന് മുന്നിൽ സഹതാപം അർഹിക്കുന്ന തരത്തിൽ വന്ന് കൈനീട്ടി വോട്ട് നേടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഇത്തരം പല നാടകങ്ങളും ഇനിയും കാണേണ്ടി വരും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രി വരെ സിനിമാ നടന്മാരോടൊത്ത് ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. മുഖ്യമന്ത്രി നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ജനങ്ങളോട് ചിരിച്ചു സംസാരിക്കാത്ത, എപ്പോഴും ക്ഷോഭവും ധാർഷ്ട്യവും അഹങ്കാരവും വച്ചു പുലർത്തുന്ന മന്ത്രി ഒരിക്കൽ കുട്ടികളോട് സമ്മതിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ വളരെ പട്ടിണി കിടന്ന ഒരാളായിരുന്നു, വളരെ ദരിദ്ര അവസ്ഥയിലുള്ള കുടുംബത്തിൽ വളർന്ന ഒരാളാണ്. പലപ്പോഴും തനിക്ക് അമ്മ ഒരു ഒറോട്ടി മാത്രം, അതായത് ഒരു അപ്പത്തിന്റെ മറ്റൊരു രൂപമാണ് കണ്ണൂർ ഭാഗത്ത് ഒറോട്ടി എന്ന് പറയുന്നത്, അത് മാത്രം കഴിച്ചിട്ടായിരിക്കും ഒരു ദിവസം കഴിച്ചു കൂട്ടുക പഠിക്കുന്ന സമയത്ത്. ചിലപ്പോൾ അതും ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തുമ്പോൾ 2 ലക്ഷം രൂപയുടെ കട്ടിലാണ് കിടന്നത് എന്നുകൂടി PV അൻവർ എടുത്തു പറയുന്നു. അപ്പോൾ ലാളിത്യത്തിന്റെ മുഖമുദ്രയായിരുന്നു എന്റെ ജീവിതം, പട്ടിണിയായിരുന്നു എന്നൊക്കെ പറയുന്നയാൾ പിന്നീട് 2 ലക്ഷം രൂപയുടെ കട്ടിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ച അധികാര പ്രബദ്ധതയുടെ പര്യായം തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് PV അൻവർ പറയാതെ പറഞ്ഞു വെച്ചത്. ഈ പൊറോട്ട് നാടകം കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നുകൂടി PV അൻവർ തുറന്നടിച്ചു. വീണ ജോർജിന്റെ നാടകവും വീണ ജോർജിന് ഈ നാടകത്തിന് വേണ്ടി തിരക്കഥ എഴുതി കൊടുത്ത ഷംസീറോ അല്ലെങ്കിൽ ഇത് സംവിധാനം നിർവഹിച്ച പിണറായി വിജയനോ ഇതിന് സാങ്കേതിക സഹായം നൽകി കൂട്ടുനിന്ന് MV ഗോവിന്ദനോ ഇതിന്റെ പ്രചരണ പരിപാടി ഏറ്റെടുത്ത് MV ജയരാജനോ P ജയരാജനോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഇനി പറ്റിച്ച് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് വിചാരിക്കേണ്ട എന്ന രീതിയിൽ തന്നെയാണ് PV അൻവർ പറഞ്ഞു നിർത്തിയത്. PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ ജോർജിന്റെ നാടകത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദയനീയാവസ്ഥയെക്കുറിച്ചും വിവരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അല്ല, അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ വിഷൻസ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പിണറായിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതേപോലെയുള്ള എന്തെങ്കിലും മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ നാടകങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് UDFനെ നേരിടാൻ കഴിയുമോ എന്നത് മാത്രമേ അവർക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. 4 ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ 4 തൊഴിലാളികൾ മരിച്ചിട്ട് 100 രൂപ കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവർ ഇപ്പം എന്താ നടന്നുകൊടുക്കുക? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സിനിമാ നടന്മാർ വെച്ച് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് നടക്കുകയാണ്. എന്തിനാ? പ്രചരണത്തിന് വേണ്ടിയിട്ട്. എന്തിനാ ഇത്രമാത്രം കോടികൾ ഈ പ്രചരണത്തിന് ചിലവഴിക്കുന്നത്? അവർ വസ്തുതാപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് അനുഭവിക്കും. അതാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ജനങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമാ ഷൂട്ടിങ്ങും സിനിമാ നടന്മാരെയും മറ്റ് സെലിബ്രിറ്റീസിനെയും ഒക്കെ കൂടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഈ നാടകം കളിക്കുമ്പോൾ നല്ല നടികർ തിലകത്തിൻ്റെ അഭിനയമാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത്. എനിക്ക് അവരായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. പക്ഷേ ഈ രീതിയിലൊക്കെ എന്താ പറയുക, ഒരു രാത്രി കൊണ്ടൊന്നും ഒരാൾ മാറി മറിയില്ലല്ലോ. അപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ, അതെ കൃത്യമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെ ജൈവിളി വന്നാൽ എങ്ങനെ ആക്ട് ചെയ്യണം, അവിടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഇവിടുത്തെ ആളുകളാണ് ഇപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംവിധായകന്മാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണോ എന്ന് നമ്മൾ കേരളീയ സമൂഹം ആലോചിക്കേണ്ട ഘട്ടം. ആ രീതിയിലല്ലേ അഭിനയം നടത്തിയത്. ഈ KSU പിള്ളേരുടെ കയ്യിൽ വല്ല കാന്തിക ശക്തി വാശം, അവരുടെ ശരീരത്തിൻ്റെ അവരുടെ ആ പ്രദേശത്തേക്ക് അവരെത്തിയിട്ടില്ല. 3-4 പിള്ളേർ, 10-25 പോലീസ്. അപ്പം എങ്ങനെയാണ് ആ ആക്ഷൻ നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി ഓടിച്ചെല്ലുന്നു, അപ്പോൾ തന്നെ ICUയിൽ കയറ്റുന്നു. എന്തായാലും ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്ത് മുഖ്യമന്ത്രി എത്തിയല്ലോ, അതിന് വലിയ സന്തോഷം. ഇങ്ങനെയെങ്കിലും
ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കയറിയില്ല. കാലം വരെ ഇവരാരും സർക്കാർ ആശുപത്രിയിൽ കയറിയത് നമ്മളാരും കണ്ടിട്ടില്ല. അതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ രീതിയിലുള്ള ഓഫീസുകൾ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഓഫീസുകളൊക്കെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായി. അല്ല, തീർച്ചയായിട്ടും ആക്രമിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിലവരെന്നും മുൻപന്തിയിലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, എനിക്ക് UDF പ്രവർത്തകരോട് പറയാനുള്ളൊരു കാര്യം അതാണ്. ഇവിടെ കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന യഥാർത്ഥ സഖാക്കളെല്ലാം മാനസികമായി തളർന്ന് വീട്ടിലിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെൻറ്റാണ്, ഒരു തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റാണ് ഇത് എന്ന് ആവർത്തിച്ച് പറയുന്നത് പിണറായിയും സംഘവും തന്നെയാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ 4 തൊഴിലാളികളുടെ കാര്യം. അതുകൊണ്ട് അവരാരും ഈ ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് എന്ത് ഉത്തേജന മരുന്ന് പിണറായിയും സംഘവും കുത്തിവെച്ചാലും ഈ സഖാക്കൾ ഇരുന്നിടത്ത് നിന്ന് എണീക്കാനും പോകുന്നില്ല. അതിനുള്ള ഏക മാർഗം എന്താണ്? സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സഖാക്കളെ ഉണർത്തുക. അതിനുള്ള വലിയ ശ്രമം കേരളത്തിലുടനീളം ഉണ്ടാകും. അവരുടെ ആ നീക്കത്തിൽ UDF പ്രവർത്തകർ പെട്ടുപോകരുത് എന്ന് എന്താ പറയുക, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു റിക്വസ്റ്റ് UDF പ്രവർത്തകരോട് പറയുകയാണ്. അല്ല, സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. മന്ത്രി സുഖമായി നടന്ന് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സുരക്ഷാ പ്രശ്നമില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഹാപ്പിയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്ന് അവിടെ ഇരുന്നതിന് ശേഷമാണ് ഈ പറയുന്ന പെടലി വേദനയും കൈവേദനയൊക്കെ ആരംഭിച്ചത്. അതിനിടയ്ക്ക് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസീർ അതിലെ വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞെന്നെന്തോ പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ചെരിഞ്ഞെന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പറ്റിക്കാൻ കഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കണ്ടേ? എന്തെല്ലാം കളവ് ഇവിടെ പ്രചരിപ്പിച്ചു. ഒരിക്കലുമല്ല. ആ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ആ പോലീസിനെ ഒന്നും കുറ്റം പറയാൻ ഇന്നത്തെ ഇൻസിഡൻറ്റിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് സാധ്യമല്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. സെക്കൻഡ് പ്ലാറ്റ്ഫോം എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറെ മന്ത്രി കാണുന്നു, സ്പീക്കർ ഒന്ന് ചെരിഞ്ഞെന്ന് സംസാരിക്കുന്നു, അതോട് കൂടിയിട്ട് ചിത്രം മാറുകയാണ്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ക്ലിയറാണ്. അല്ല, സ്പീക്കർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആൾറെഡി ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന്, കാരണം ഇതൊക്കെ ഇപ്പോൾ ഒറ്റ സെക്കൻഡിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആക്ഷൻ ചെയ്യാൻ പറ്റും. എല്ലാ മന്ത്രിമാർക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എവിടെയും സമരം ഉണ്ടായാൽ, എവിടെയും മുദ്രാവാക്യം ഉണ്ടായി, ഇനി അതെല്ലാം വേറെ രക്ഷയില്ല. ഇനി കടന്ന് കരയുക, അയ്യോ എന്നെ കൊന്നേ, എന്നെ ഉപദ്രവിച്ചേ എന്ന് പറയുക എന്നതിലപ്പുറം ഒരു രക്ഷയും ഈ പറയുന്ന LDF-ൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ചോ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോ ഇല്ല. നിങ്ങളത് നോക്കിപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ എന്തായിരുന്നു, ധാർഷ്ട്യം, ഇരട്ടച്ചങ്ങ എന്നൊക്കെയല്ല. ഇപ്പം പുള്ളി എന്താ പറയുന്നത്, കുട്ടികളൊക്കെ വിളിച്ചിട്ട് എനിക്ക് പട്ടിണിയായിരുന്നു, ഞാൻ പറ്റ സാധുവായിരുന്നു, ആ ഗതികേടിലായിരുന്നു, എനിക്ക് റൊട്ടി പോലും കഴിക്കാൻ കിട്ടില്ല, ഇല്ലേ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ 2 ലക്ഷം രൂപേൻ്റെ കട്ടില കിടക്കാൻ പോകുന്നത് അപ്പം തന്നെ മറക്കുകയാണ്. അല്ല, അത് ആ ആംഗിളൊന്നും ആലോചിച്ച് നോക്കുക. അപ്പം പല നാടകങ്ങളും കളിച്ചു നോക്കുക. ഏറ്റവും അവസാനത്തെ നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിഹേഴ്സലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങും കാര്യങ്ങളും. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ടാണ്. എല്ലാം കൈവിട്ടു ശബരിമലയോട് കൂടിയിട്ട്. ഇനി കക്കാനൊന്നും ബാക്കിയില്ല. കക്കാൻ പറ്റുന്നിടത്ത് മുഴുവൻ കട്ട് അടിച്ചു മാറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അതെല്ലാം അടിച്ചു മാറ്റി കഴിഞ്ഞു. ആ പണം ഉപയോഗിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ ശ്രമം അവർ നടത്തി. അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു.